നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആത്മാവിനെ തൊട്ടുണർത്തുന്ന സംഗീതം ലോക മലയാളികൾക്ക് സമ്മാനിച്ച ഫാദർ ഷാജി തുമ്പേച്ചിറയലിൻ്റെ മരിയൻ ഗാനങ്ങളും മരിയൻ അനുഭവങ്ങളും ഈ ആഴ്ച ചർച്ച് ബീറ്റ്സിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കോവിഡ് ദിനങ്ങളിൽ പുറത്തിറങ്ങിയ ഈറ്റ് നോവിൻ്റെ ആരംഭം മാത്രം എന്ന ഗാനം സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. കോവിഡ് കാലത്തും മതവികാരം വ്രണപ്പെടുത്തി സന്യാസത്തെ അവഹേളിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണത്തിൽ നടപടി ആവശ്യപ്പെട്ട് സിസ്റ്റർ ആൻസി പോൾ SH മുഖ്യമന്ത്രിക്ക് എഴുതിയ തുറന്ന കത്ത് പോയ വാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു. അന്താരാഷ്ട്ര നഴ്സിംഗ് ദിനത്തിൽ COVID-19 പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ നഴ്സുമാർക്കും വേണ്ടി ഫ്രാൻസിസ് പാപ്പയുടെ പ്രാർത്ഥനയും നിയന്ത്രണങ്ങളോടെയും ഉപാധികളോടെയും ഇറ്റലിയിലെ ദേവാലയങ്ങൾ തുറക്കുന്നതിനുള്ള അനുമതി ലഭിച്ച വാർത്തയും പോയ വാരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. ആത്മാവിനെ തൊട്ടുണർത്തുന്ന സംഗീതവുമായി 5000-ലധികം ക്രിസ്തീയ ഗാനങ്ങൾക്ക് രൂപവും ഈണവും നൽകിയ അനുഗ്രഹീത ക്രിസ്തീയ ഗാനരചയിതാവും ഗായകനുമായ ഫാദർ ഷാജി തുമ്പേച്ചിറയലിൻ്റെ മരിയൻ ഗാനങ്ങളും മരിയൻ ധ്യാനങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. കോവിഡ് ദിനങ്ങളിൽ ഏറെ വൈറലായ ഈറ്റ് നോവിൻ്റെ ആരംഭം മാത്രം എന്ന ഗാനത്തെക്കുറിച്ചും അത് രചിക്കാനുള്ള കാരണങ്ങളും ഫാദർ ഷാജി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ ആയിരക്കണക്കിന് ക്രിസ്തീയ ഗാനങ്ങൾ ഫാദർ ഷാജി തുമ്പേച്ചിറയൽ എഴുതി സംഗീതം ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ലോകമെമ്പാടും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ അമ്മേ അമ്മേ തായേ, അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല, എൻ അമ്മയെ ഓർക്കുമ്പോൾ തുടങ്ങിയ അനേകം ഗാനങ്ങൾ ഷാജി അച്ഛന്റെ കൈകളിലൂടെ ഒഴുകി വന്നതാണ്. ദൈവം വരദാനങ്ങളാൽ അത്ഭുതകരമായി അനുഗ്രഹിച്ച ക്രിസ്തീയ ഗാനരംഗത്ത് വ്യത്യസ്തമായ ശബ്ദത്തിന്റെയും ഈണത്തിന്റെയും ഉടമയായ ഫാദർ ഷാജി തുമ്പേച്ചിറയുടെ മരിയൻ അനുഭവങ്ങൾ ഏവരെയും മരിയ ഭക്തിയിൽ ആഴപ്പെടുത്തുന്ന ഒന്നാണ്. പരിശുദ്ധമ്മയെ സത്യത്തിൽ അർഹതയില്ലാതെ തന്നെ എത്ര തവണ വിളിച്ചെന്നറിയില്ല. ഹൃദയമിടിപ്പുകളോളം അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട്. അമ്മേ മാതാവേ എന്നു ഞാനീ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാൻ, ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. അമ്മ മറിയ ഒരു അപാരത പോലെ തോന്നിയിട്ടുണ്ട്. കുരിശിൻ്റെ ചുവട്ടിൽ തളർന്നു നിൽക്കുന്ന മറിയത്തെ നോക്കാൻ യോഹന്നാനോട് പറയുകയല്ല, തകർന്നു നിൽക്കുന്ന മറിയത്തോട് യോഹന്നാനെ നോക്കാൻ പറയുക. എന്നെ കൂടെ ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, അമ്മ എൻ്റെ ഹൃദയത്തിലൊരു ഭക്തിയല്ല, സ്നേഹമാണ്. 1000 കോടി ജന്മങ്ങൾ തന്നാലും അമ്മയില്ലാതൊരു ജന്മം വേണ്ട, 1000 പൊൻവെള്ളി നാണയം തന്നാലും അമ്മയെ കൂടാതെ ഒന്നും വേണ്ട. തന്റെ ജീവിതത്തിലുണ്ടായ ക്ഷതങ്ങളിൽ നിന്നും പച്ചയായ അനുഭവങ്ങളിൽ നിന്നുമാണ് തന്റെ ഗാനങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നതെന്നും തനിക്ക് നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ രചിക്കുവാൻ സാധിച്ചതെന്നും ഫാദർ ഷാജി പറയുന്നു. ഗാനങ്ങൾ കൊച്ചുനാൾ തൊട്ട് എഴുതുമോയെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാനതിനെന്നെ ഉത്തരം പറയുക, ഞാൻ എഴുതുകയല്ലല്ലോ, ഞാൻ പാട്ടുകൾ ഉണ്ടാക്കുകയുമല്ല. ഞാൻ നിങ്ങളൊരു കുഞ്ഞുദാഹരണം പറയാം. വഴിയെ പോകുന്ന ഒരു കൊച്ചു മൃഗത്തെ ഒരാൾ പുറകിൽ നിന്ന് അടിച്ചാൽ അത് അലറാറുണ്ട്, അമറാറുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിലേറ്റ ക്ഷതങ്ങളുടെ ഭാരങ്ങളുടെ ഒരു നാച്ചുറൽ ഔട്ട്കമാണ് എൻ്റെ പാട്ടുകൾ. അയ്യോ എന്ന നിലവിളികൾ ബൈബിളിൽ പറയുന്നില്ലേ, എൻ്റെ ഹൃദയം നീറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ കർത്താവിനെ അറിയിക്കും. അങ്ങനെയാണല്ലോ സാമുവേലിൻ്റെ അമ്മ പ്രാർത്ഥിച്ചത്, നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതെൻ്റെ പ്രാർത്ഥനയാണെന്നും പറയാൻ പറ്റില്ല, എൻ്റെ സകല പെട്ടപ്പുകളും ദൈവസന്നിധിയിൽ കൊണ്ട് ഒഴിച്ചതാണ്. അതുകൊണ്ട് 10,000-ൽ പരം 5000-ൽ ഒക്കെ അധികം പാട്ടുകൾ എഴുതാൻ പറ്റി. ഒരു ദിവസം തന്നെ 10ഉം 25ഉം പാട്ടുകൾ ക്രമീകരിക്കാനും സാധിക്കും. സംഗീതം വന്നുകൊണ്ടിരിക്കും. ഒരു പക്ഷേ വ്യാജമായിട്ട് ഒരു കാലഘട്ടത്തിൽ മുഴുവൻ വ്യാജമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കീബോർഡ് എനിക്ക് വായിക്കാൻ അറിയില്ല, പക്ഷേ ദൈവം സംഗീതം തരും. അപ്പോൾ അതിൻ്റെ സർവ്വമഹത്വവും ദൈവത്തിനാണ്. മരിയൻ എന്നൊരു സിനിമ സ്വപ്നമായിട്ട് സൂക്ഷിക്കുന്നു. നിരന്തരം പുതുക്കാൻ, പ്രത്യേകിച്ച് ബൈബിൾ വായിച്ചപ്പം കിട്ടിയ ഇമേജറികൾ, അസാധ്യമായ വരികൾക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ഇതുവരെ നടത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്കെന്ന് പറയാനായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മറിയത്തോടൊപ്പം കാത്തു നിൽക്കുന്നു. കോവിഡ് ദിനങ്ങളിൽ ഏറെ വൈറലായ ഈറ്റുനോവിന്റെ ആരംഭം മാത്രം എന്ന ഗാനം പാടിയതിന്റെ പിന്നിലെ യഥാർത്ഥ അനുഭവവും അതിനു തന്നെ വഴി നയിച്ച് ശക്തിപ്പെടുത്തിയ വചനത്തെക്കുറിച്ചും ഫാദർ ഷാജി തുമ്പേച്ചിറയൽ പറയുന്നു. നിസ്സാരനായ എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ അച്യുതണ്ടായ ദൈവവചനം റോമ 9:16. നമ്മുടെ ആഗ്രഹമല്ല, പ്രയത്നമല്ല, കർത്താവിൻ്റെ കരുണയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം.
എന്നെ ശക്തിപ്പെടുത്തിയ വചനം ജെറമ്യാ 31:16. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുവിൻ, നിന്റെ യാതനകൾക്ക് സമ്മാനം കിട്ടും. എന്നെ ഇപ്പോഴും എനർജി എന്ന ജ്വലിപ്പിക്കുന്ന റോക്കറ്റിൻ്റെ ശക്തിയോടെ മുന്നോട്ട് പോകാൻ മനസ്സിന് ബലം നൽകുന്നത് ഹബക്കുക്ക് 1:5. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ കൺമുമ്പിൽ ദൈവം ചെയ്യാൻ പോകും. ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ഭാരങ്ങളോ വേദനകളോ വരുമ്പം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രം, ഇനിയും അവസാനമായിട്ടില്ല എന്ന് പറയാനും പാടാനും ഞാൻ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ കോവിഡ് കാലഘട്ടത്തിലും ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രം, ഇനിയും അവസാനമായിട്ടില്ല എന്ന് പാടിയത് ഉള്ളിൽ നിന്നായതുകൊണ്ട് ലോകം ഏറ്റെടുത്തതിൽ സന്തോഷം. ദൈവത്തിന് മഹത്വം. മരിയൻ ഗാനങ്ങൾ എഴുതിയതിന്റെ പിന്നിലെ അനുഭവങ്ങളും തന്റെ അമ്മയുടെ ജീവിതത്തിലെ അവസാന മണിക്കൂറിനെക്കുറിച്ചും ഫാദർ ഷാജി പറയുന്നു. ദൈവത്തിൻ്റെ കരുണ അർഹതയില്ലാത്ത അൾത്താരയിലേക്ക് എന്നെ എടുത്തുയർത്തിയപ്പോൾ അത് കാണാൻ ഭൂമിയിൽ മാതാപിതാക്കൾ അപ്പനും അമ്മയും ഇല്ലാതായി പോയി എന്നത് ഭൂമിയിൽ എനിക്കൊരു ദുഃഖം പോലുമല്ല. അന്ന് ചെറുതായി മിഴി നിറഞ്ഞിരുന്നു. കാരണം അതൊരു ഭാഗ്യമാണ്. സത്യം പറഞ്ഞാൽ ഇത് അഹങ്കാരമായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒരു രൂപമോ ചിത്രമോ ഞാൻ സൂക്ഷിക്കാറില്ല. എന്നാൽ അമ്മയോടുള്ള എൻ്റെ സ്നേഹം ഒരുപക്ഷെ ലോകത്തിൽ എല്ലാവർക്കും അറിയാം. അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു എന്നൊക്കെ പാടുമ്പോൾ അമ്മയോട് വലിയ ദിവ്യമായ ബന്ധമായിരുന്ന ആൾക്കാർ ചിന്തിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ വ്യാജമായിട്ട് തോന്നുകയും ചെയ്യും. എന്നാൽ എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനെ ഒരു വലിയ ബന്ധം ഉണ്ടാകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ല. പക്ഷേ അവർ പോകുന്ന വേളകളിൽ ആ ക്യാൻസർ ബാധിച്ച് രണ്ടുപേരും മരിക്കുന്ന സമയത്ത് ദിവ്യസ്നേഹവും സ്വർഗീയ പ്രണയവും എല്ലാം തിരിച്ചു തന്നിട്ടാണ് പോയത്. പക്ഷെ ആത്മാവിനേറ്റ മുറിവുകൾ അന്നും അൾത്താരയെ കൊണ്ടുവച്ചു. അതുകൊണ്ട് അൾത്താരയിൽ വിശുദ്ധ ബലിക്ക് അർപ്പിച്ച അണഞ്ഞ സമയത്ത് പൗരോഹിത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ അച്ഛനും അമ്മയും ഇല്ലാതിരുന്നത് എനിക്ക് ദുഃഖമല്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ രഹസ്യം ഇതാണ്. അവരെൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ ഉള്ളിൽ തന്ന ഒരു സ്വർഗമെന്ന നിത്യജീവൻ എന്നൊരു കൺസെപ്റ്റ് അത് ഇന്നും തലയിലുണ്ട്. എല്ലാത്തിനും മേലെയാണ്. ഞാനിങ്ങനെ പോലും ചിന്തിക്കാറുണ്ട്, ഒരു സ്വർഗം പോലും പ്രതീക്ഷിച്ചൊന്നും ചെയ്യരുത് എന്ന് എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുള്ളൂ എനിക്ക് തോന്നും. ദൈവം തരുമല്ലോ എല്ലാം, സ്വർഗം പോലും പ്രതീക്ഷിച്ച് നീ ചെയ്യരുത്. പരലോക ജീവിതത്തെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ ഒരു വലിയ ഒരു കനൽ കിടക്കുന്നത് കൊണ്ട് എനിക്ക് അവർ ഇവിടെ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ കണ്ടില്ല എന്നൊരു ദുഃഖവും തോന്നാറില്ല. പകരം സ്വർഗത്തിൻ്റെ ഗേഹത്തിൽ മെഴുതിരി പോലെ എനിക്ക് വേണ്ടി ഉണ്ട് എന്നൊരു ചിന്തയുണ്ട്. എൻ്റെ അമ്മയെ യാത്രയാക്കിയത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അമ്മ ക്യാൻസർ ബാധിതയാണ്. രക്തത്തിൽ അർബുദം ബാധിച്ച് അമ്മ മരണക്കിടക്കയിലാണ്. ഞാൻ സെമിനാരിയിൽ നിന്ന് അവിചാരിതമായി വീട്ടിലെത്തിയ സന്തോഷത്തിൽ അമ്മയെ നിരന്തരം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ചേട്ടനും ചേച്ചിയൊക്കെ മാറി. ഷാജിമോനെ മോനിച്ച് സമീരിക്കുന്നു പറയും. ഞാൻ ഇളയവനാണ് വീട്ടിൽ. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഇന്ന് നിൽക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ പൊടിയുന്നുണ്ട്. അന്ന് കിട്ടിയ ഒരു ബോധമനുസരിച്ച് ഞാൻ അമ്മയുടെ തല ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് സകലത്തിൻ്റെ കുർബാനയിലെ ആ പ്രാർത്ഥന, സകലത്തിൻ്റെ നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഈശോമിശിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. പണ്ട് ഈ കുർബാന സ്വീകരണ നാളുകളിൽ സുഹൃത ജപം ചൊല്ലി ഇതുപോലെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുമ്പം അമ്മ ഒരു നിദ്രയിലേക്ക് പോവുകയാണ്. ഞാനൊരു 10-25 തവണ സകലത്തിൻ്റെ നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഈശോമിശിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. അമ്മ എനിക്ക് നൽകിയ സ്വർഗ്ഗജീവിതത്തെക്കുറിച്ച് പ്രത്യാശ ഞാൻ അമ്മയ്ക്ക് ചൊല്ലിക്കൊടുത്ത് ശരിക്കും ലിറ്റർജി ആരാധനക്രമം, ആരാധന ജീവിതം ആഘോഷിച്ച അമ്മ പോയത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെയും ആരാധനയുടെയും തുടർച്ചയും പുതുക്കവും പൂർണ്ണതയും സ്വർഗത്തിലാണെന്ന് എളിയ രീതിയിൽ എന്നാലാവുന്ന വിധം വിശ്വസിക്കുന്നു. ധ്യാനഗുരുവും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ ഇതുവരെ ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി സ്റ്റേജ് ഷോകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. കോവിഡ് ദിനങ്ങളിൽ ഷാജി അച്ഛൻ എഴുതി സംഗീത സംവിധാനം ചെയ്ത എന്നാണിനി എന്ന് നാവിൽ നേരിൽ ഞാൻ കുർബാന കൊള്ളും എന്ന ഗാനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കോവിഡ് കാലത്തും മതവികാരം വ്രണപ്പെടുത്തി സന്യാസത്തെ അവഹേളിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണത്തിൽ നടപടി ആവശ്യപ്പെട്ട് സന്യാസിനി മുഖ്യമന്ത്രിക്ക് എഴുതിയ തുറന്ന കത്ത് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. മാനന്തവാടിയിലെ സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷനിൽ അംഗമായ സിസ്റ്റർ ആൻസി പോൾ എന്ന സന്യാസിനി എഴുതിയ കത്താണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. തങ്ങളുടെ ആശ്രമങ്ങളെ വേശ്യാലയങ്ങളെന്ന് മുദ്രകുത്തി പറയാൻ പോലും അറപ്പ് തോന്നുന്ന അശ്ലീല ഭാഷയിൽ തങ്ങളുടെ ജീവിതത്തെ വികലമാക്കി ചിത്രീകരിച്ച് സകല മതവിശ്വാസികളുടെയും മനസ്സിൽ സന്യാസ ജീവിതത്തിൻ്റെ അന്തസ്സും മഹത്വവും വികലമാക്കുന്ന നടപടിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് കത്തിൻ്റെ ഉള്ളടക്കം. ജീവിക്കാൻ വകയില്ലാത്ത കുടുംബത്തിൽ നിന്ന് നിർവാഹമില്ലാതെ ഇറങ്ങിയവരല്ല സന്യാസിനികളെന്നും കോവിഡിനേക്കാൾ ഭീകരമായ രോഗം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചിലർ എഴുതിയിരിക്കുന്നത് പോലെ കത്തോലിക്ക പിതാക്കന്മാർ നട തള്ളിയതുമല്ലെന്നും സന്യാസിനി കത്തിൽ പറയുന്നു. ഒരാളുടെ ജീവിത നിയോഗം അയാളുടെ സ്വതന്ത്ര മനസ്സിന്റെ തീരുമാനമാണ്. അതിനുള്ള അവകാശം ഇവിടുത്തെ ഏതൊരു പൗരനുമുണ്ടെന്നും സിസ്റ്റർ ആൻസി പോൾ പറയുന്നു.
വളരെയധികം തെറ്റിദ്ധാരണ പടർത്തുന്ന ഒന്നാണ് സന്യാസ സമൂഹങ്ങളിലേക്ക് പുതിയ അംഗങ്ങളെ സ്വീകരിക്കുന്ന കാര്യം. 15 വയസ്സാകുമ്പോൾ കുട്ടികളെ പിടിച്ചുകൊണ്ടുവരുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കൾ അവരെ നടതള്ളുന്നു എന്നിങ്ങനെയൊക്കെ അറിവില്ലായ്മ കൊണ്ടും പലരും ഈ വിഷയത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വാചാലമായി സംസാരിക്കുന്നുണ്ട്. ക്രൈസ്തവ സന്യാസം ഇന്നോ ഇന്നലെയോ പൊട്ടിമുളച്ചതല്ല. അതിന് നൂറ്റാണ്ടുകളുടെ വിശുദ്ധ പാരമ്പര്യമുണ്ട്. ജീവിതാന്തസ് നിശ്ചയിക്കുന്നത് ഒരുവൻ്റെ സ്വതന്ത്രമായ തീരുമാനമാണ്. തന്നെ സ്വാധീനിച്ച സാഹചര്യമോ മറ്റു വ്യക്തികളുടെ ജീവിതമോ പ്രചോദനമായേക്കാം. സുവിശേഷത്തിലെ ക്രിസ്തുവിൻ്റെ ജീവിത മാതൃകയാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരാൾ അയാളുടെ സ്വതന്ത്ര മനസ്സോടെ തിരഞ്ഞെടുക്കുന്ന വഴിയാണിത്. ഓടിച്ചിട്ട് പിടിച്ച് മഠത്തിൽ ചേർക്കാനും ആവശ്യമില്ലാതെ തള്ളിവിടാനും പറ്റുന്ന ഒരു സ്ഥലവുമല്ല, ജീവിത രീതിയുമല്ല ഇത്. എല്ലാവർക്കും പറ്റുന്ന വഴിയുമല്ല. മനുഷ്യൻ്റെ മാത്രം തിരഞ്ഞെടുപ്പല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. ദൈവികമായ ഉൾപ്രേരണയും വിശുദ്ധമായ ഒരു ജീവിത നിയോഗവുമാണ് സന്യാസ സമർപ്പണ ജീവിതം. മാതൃഭാഷയുടെ മഹനീയത പോലും നശിപ്പിക്കുന്ന അറപ്പും വെറുപ്പും ഉളവാക്കുന്ന അശ്ലീലത്തിൽ പൊതിഞ്ഞ സന്യാസിനികളുടെ ജീവിതാന്തസ്സിനെയും മതവികാരത്തെയും വിശ്വാസത്തെയും വ്രണപ്പെടുത്തുന്ന ഇത്തരം വാർത്തകൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുവെന്നും ഞങ്ങളുടെ സമർപ്പിത ജീവിതത്തെ കളങ്കിതപ്പെടുത്തുന്ന ഇത്തരക്കാരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്നും മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ സിസ്റ്റർ ആൻസി പോൾ പറയുന്നു. ലോക്ക്ഡൌണിന്റെ കഴിഞ്ഞ 50 നാളുകളായി രാവും പകലും ലോകമെമ്പാടുമുള്ള സന്യാസിനികൾ ഇടമുറിയാതെ പ്രാർത്ഥിക്കുകയാണെന്നും സിസ്റ്റർ ആൻസി പോൾ വ്യക്തമാക്കുന്നു. കോവിഡിനും ലോക്ക്ഡൌണിനുമിടയിൽ കെടാത്ത വിശ്വാസ തീക്ഷ്ണതയോടെ പൗരോഹിത്യം സ്വീകരിച്ച് 3 ഡീക്കന്മാർ. ലോക്ക്ഡൌൺ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു ഇവർ തങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ആലപ്പുഴ രൂപത വൈദികനായ ഡീക്കൻ ജോർജ് ജോസഫ് ഇരട്ടപ്പുളിക്കലും ഇറ്റലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒബ്ലേറ്റ്സ് ഓഫ് സെന്റ് ജോസഫ് സന്യാസ സമൂഹത്തിലെ അംഗമായ ഡീക്കൻ റിക്സൺ തൈക്കൂട്ടത്തിലും ചിക്കാഗോ രൂപതാംഗമായ ഡീക്കൻ മെൽവിൻ പോളുമാണ് കോവിഡ് ദിനങ്ങളിൽ പൗരോഹിത്യം സ്വീകരിച്ചത്. ദേവാലയം നിറഞ്ഞുകവിഞ്ഞ വിശ്വാസികളുടെ പങ്കാളിത്തമോ വിശേഷാൽ ആഘോഷങ്ങളോ ഇല്ലാതെയായിരുന്നു പൗരോഹിത്യ സ്വീകരണം. ഇറ്റലി ആസ്ഥാനമായ OSJ സന്യാസ സമൂഹാംഗമായ ഡീക്കൻ റിക്സൺ തൈക്കൂട്ടത്തിലും ആലപ്പുഴ രൂപതയിലെ ഡീക്കൻ ജോർജ് ജോസഫ് ഇരട്ടപ്പുളിക്കലും അടുത്തടുത്ത ദിനങ്ങളിലാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. സർക്കാർ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി തിരുക്കർമ്മങ്ങളിൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് പങ്കെടുത്തത്. 20 പേർ മാത്രം പങ്കെടുത്ത തിരുക്കർമ്മങ്ങൾക്ക് മധ്യേ ആലപ്പുഴ രൂപത ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനപ്പറമ്പിൽ ഡീക്കൻ ജോർജ് ജോസഫ് ഇരട്ടപ്പുളിക്കലിനെ വൈദികനായി അഭിഷേകം ചെയ്തു. ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ നടന്ന പൗരോഹിത്യ സ്വീകരണ കർമ്മങ്ങളിൽ സഹകാർമ്മികരായി 7 വൈദികരും നവവൈദികന്റെ പിതാവ് ജോർജും മാതാവ് മറിയാമയും സഹോദരൻ സേവ്യറും ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന 5 ബന്ധുക്കൾ എന്നിങ്ങനെ 20 പേർ മാത്രമാണ് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തത്. 350 കുടുംബങ്ങളുള്ള ഇടവകയിൽ നിന്നും ഇതാദ്യമായാണ് ഒരു വൈദികൻ അഭിഷിക്തനായത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമത്തിന്റെയും ഇടവകയുടെയും ഉത്സവമായി മാറാമായിരുന്ന തിരുപ്പട്ട സ്വീകരണമാണ് വളരെ ലളിതമായി നടന്നത്. ഇന്ത്യക്ക് പുറത്തുള്ള പ്രഥമ സീറോ മലബാർ രൂപതയായ ചിക്കാഗോ രൂപതയുടെ കീഴിലുള്ള ബാൾട്ടിമോർ സെയിന്റ് അൽഫോൻസ ഇടവകയിൽ നിന്നാണ് ഡീക്കൻ മെൽവിൻ പോൾ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടത്. ചെങ്ങളത്ത് ജനിച്ച മെൽവിൻ പോളിന്റെ കുടുംബം 6-ാം വയസ്സിലാണ് അമേരിക്കയിലേക്ക് ചേക്കേറിയത്. അമേരിക്കയിലെ സീറോ മലബാർ സഭയിൽ നിന്നുള്ള 3ാമത്തെ വൈദികനാണ് ഡീക്കൻ മെൽവിൻ പോൾ. ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്തിന്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെയാണ് ഡീക്കൻ മെൽവിൻ അഭിഷിക്തനായത്. സഹായമെത്രാൻ മാർ ജോയ് ആലപ്പാട്, ഫാദർ വിൽസൺ കണ്ടങ്കരി തുടങ്ങിയവർ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. കോവിഡ് പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെയാണ് തിരുക്കർമ്മങ്ങളും മറ്റു പരിപാടികളും നടത്തിയത്. ചിക്കാഗോ സെന്റ് ജോസഫ് സെമിനാരിയിൽ ഫിലോസഫി പഠനം നടത്തിയ ഡീക്കൻ തൃശൂർ അതിരൂപതയിലെ കുണ്ടന്നൂർ ഇടവകയിലും ജെറുസലേം ധ്യാന കേന്ദ്രത്തിലുമായിരുന്നു പാസ്റ്ററൽ മിനിസ്ട്രി നിർവഹിച്ചത്. കൊടുങ്ങല്ലൂർ മൈനർ സെമിനാരിയിൽ കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച തിരുക്കർമ്മത്തിലായിരുന്നു ഡീക്കൻ റിക്സന്റെ തിരുപ്പട്ട സ്വീകരണം. വരാപ്പുഴ അതിരൂപതയിലെ വാടേൽ സെയിന്റ് ജോർജ് ഇടവക അംഗമാണ് ഡീക്കൻ റിക്സൺ. 11 വർഷത്തിനു ശേഷം ഇടവക കാത്തിരുന്ന തിരുപ്പട്ട സ്വീകരണമാണ് ലളിതമായി നടന്നത്. ഇടവക സമൂഹത്തെയോ സുഹൃത്തുക്കളെയോ പങ്കെടുപ്പിക്കാൻ കഴിയാത്തതിന്റെ ദുഃഖമൊഴിച്ചാൽ ജീവിതത്തിലെ വലിയ ഒരു സ്വപ്നം ലോക്ക്ഡൌണിലും നിറവേറിയതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും.
ഇടച്ചേരി റെസിഡന്റ് അസോസിയേഷനും തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ചേർന്ന് അസോസിയേഷന്റെ പരിധിയിലുള്ള 85 കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്ത് ശ്രദ്ധേയമായി. തലശ്ശേരി അതിരൂപത സഹായം മെത്രാൻ മാർ ജോസഫ് പാംപ്ലാനി അസോസിയേഷൻ പ്രസിഡന്റ് ആർ അനിൽകുമാറിന് കിറ്റുകൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു. കോവിഡ് ദിനങ്ങളിൽ കഴിയുന്നവർക്ക് കരുതലും ആശ്വാസവുമായി തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാവുകയാണ്. കോവിഡാനന്തര കാലഘട്ടം കുടുംബങ്ങളുടെ കൂട്ടായ്മയുടെ കാലഘട്ടമാണെന്നും അയൽപ്പക്കത്തുള്ള കുടുംബം പട്ടിണിയിലാണോ എന്ന് അന്വേഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന മനോഭാവത്തിലേക്ക് നാം മാറണമെന്നും ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്ത വേളയിൽ തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. തലശ്ശേരി അതിരൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ബെന്നി നിരപ്പിൽ, അസോസിയേഷൻ പ്രസിഡന്റ് ആർ അനിൽകുമാർ, സെക്രട്ടറി ജോർജ് തയ്യിൽ, ഹോളി ഫാമിലി ഇടവക വികാരി ഫാദർ ജോസഫ് കാവനാടി, ഫാദർ സെബാൻ ഇടയാടിയിൽ എന്നിവരും ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ലോക്ക്ഡൌൺ ദിനങ്ങളിൽ കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയും കാരിത്താസ് ഇന്ത്യയും സംയുക്തമായി നാടുകാണി ഫുൾഫിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സാൻജോ ഭവനിൽ വെച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കും കിടപ്പു രോഗികൾക്കും ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തതും ശ്രദ്ധേയമായിരുന്നു. സാൻജോ ഭവനിലെ ഭിന്നശേഷിക്കാർ നിർമ്മിച്ച മാസ്കുകൾ MLAക്ക് കൈമാറി. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കീരമ്പാറ, സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ തോമസ് ജെ പറേടം, ഫുൾഫിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ലീലാമ്മ തോമസ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. ലോക്ക്ഡൌൺ ദിനങ്ങളിൽ ക്രിസ്തുവിന്റെ രൂപങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് ബെന്നി കൈനകരി. ബെന്നിയുടെ ക്രിസ്തു രൂപങ്ങൾ ആരെയും ആകർഷിക്കുന്നവയാണ്. ക്രൈസ്തവ ശില്പനിർമ്മാണ മേഖലയിൽ ഏറെ ശ്രദ്ധേയനാണ് ബെന്നി കൈനകരി. ലോക്ക്ഡൌൺ ദിനങ്ങളിൽ മലപ്പുറം മരിയാപുരം ഫാത്തിമ മാതാ ദേവാലയത്തിലേക്ക് നിർമ്മിച്ച കുരിശിന്റെ വഴിയുടെ 14 ശില്പങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. ബെന്നി നിർമ്മിച്ചിട്ടുള്ള വിവിധ ഭാവങ്ങളിലുള്ള യേശുവിൻ്റെയും മാതാവിൻ്റെയും വിശുദ്ധരുടെയും രൂപങ്ങളും ഏറെ മനോഹരമാണ്. ക്രിസ്തുശില്പങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ വിശ്വാസ പ്രഘോഷണമാണ് ശില്പനിർമ്മാണ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ചെയ്യുന്നതെന്ന ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളാണ് തനിക്ക് പ്രചോദനമേകുന്നതെന്നും ബെന്നി കൈനകരി പറയുന്നു. ഒരിക്കലും ഫ്രാൻസിസ് പാപ്പ പറയുകയുണ്ടായി, ശില്പങ്ങൾ ചെയ്യുന്നതിലൂടെ ശില്പി ഒരു വലിയ വിശ്വാസ പ്രഘോഷണമാണ് നടത്തുന്നത് എന്ന്. വളരെ സന്തോഷമുണ്ട്. ഓരോ വർക്കുകൾ ചെയ്തു കഴിയുമ്പോഴത്തേക്കും വളരെ തൃപ്തി തോന്നാറുണ്ട്. ഇതൊരു ജോലിയായിട്ടല്ല, എൻ്റെ ഒരു ഫാഷനാണ്. ചെറുപ്പം മുതൽ ചിത്രരചന അഭ്യസിച്ചിരുന്ന ബെന്നി യേശുവിൻ്റെയും മാതാവിൻ്റെയും മറ്റ് വിശുദ്ധരുടെയും രൂപങ്ങളാണ് ഏറ്റവും കൂടുതൽ നിർമ്മിച്ചിട്ടുള്ളത്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കൈനഗിരി തോട്ടുവാത്തല ഇടവകാംഗമാണ് ബെന്നി. സ്വന്തം രചനയും സംഗീതവും ആലാപനത്തിന്റെ മാധുര്യവുമായി രൂപതാധ്യക്ഷന്മാർ. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ രചിച്ച കവിത എല്ലാവർക്കും പ്രത്യാശ പകരുന്ന ഒന്നാണ്. കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ രചനയിൽ പിറവിയെടുത്ത മഹാമാരിയെ നാം അതിജീവിക്കുമെന്ന ഗാനം കോവിഡ് ദുരിതത്തിൽ വിലപിക്കുന്ന ലോകത്തിന് പ്രത്യാശ പകരുന്ന ഒന്നാണ്. ഇരുവരുടെയും ഗാനവും കവിതയും സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. മരണം മണക്കുന്ന വൈറസിൻ താണ്ഡവം ഉയരുന്നു ഊഴിതന്നുടൽ നിറയെ. കാലം കറുത്തു മനുഷ്യൻ വിതുമ്പി ഭീതി വിതച്ചി കോവിഡിൻ തേർവാഴ്ച. കോവിഡ് കാലത്തെ ജനങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഭാരങ്ങളുമൊക്കെ വേദനയുളവാക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ ആശ്വാസം തേടി നാം എല്ലാം ദൈവത്തിലേക്കും മനുഷ്യരിലേക്കും പ്രപഞ്ചത്തിലേക്കും മടങ്ങണമെന്നും ഇതൊരിക്കലും ദൈവശിക്ഷയായി കരുതേണ്ടതില്ലെന്നും മാർ ജോസ് പുളിക്കൽ കവിതയിൽ പറയുന്നു. മനുഷ്യരോടും പ്രകൃതിയോടും ചെയ്യുന്ന തെറ്റുകൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഫലനമാണിതെന്ന് തിരിച്ചറിയാമെന്നും കവിതയിൽ വ്യക്തമാക്കുന്നു. ഉയരുന്നു ചോദ്യങ്ങളെങ്ങു നിന്നോ, ഉത്തരം കിട്ടാതെ നട്ടം തിരിയുന്നു ശാസ്ത്രവും. കോവിഡ് ഭീതിയിൽ കഴിയുന്നവർക്ക് സാന്ത്വനവും ആശ്വാസവും പകരുന്നതാണ് ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ രചനയിൽ പിറവിയെടുത്ത പ്രതീക്ഷാഗാനം. ഇതിൽ പ്രശസ്ത പിന്നണി ഗായകൻ അഭിജിത്ത് കൊല്ലത്തിനൊപ്പം 44 ഗായകരും കോറസ് പാടുന്നുണ്ട്. കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല രചിച്ച് ഷാനവാസ് ഫ്രാൻസിസ് സംഗീതം ചെയ്ത
കോവിഡ് പ്രതീക്ഷാ ഗാനവും ലോക്ക്ഡൌൺ ദിനങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുകയാണ്. നിറമിഴിയോടെ നാം തേങ്ങി നിൽക്കേ, നിറവാർന്നുദിച്ചിടും നീതി സൂര്യൻ, ആയിരം ഓർമ്മയിൽ മുങ്ങി നിൽക്കേ, ഒലിവിലപ്രാവു പറന്നിറങ്ങും. നിറമിഴിയോടെ നാം തേങ്ങി നിൽക്കേ, നിറവാർന്നുദിച്ചിടും നീതി സൂര്യൻ, ആയിരം ഓർമ്മയിൽ മുങ്ങി നിൽക്കേ, ഒലിവിലപ്രാവു പറന്നിറങ്ങും. ഇരവിൻ നടുവിൽ തളരുന്ന നേരം ഇരുൾ നീക്കും താരകം കണ്ണു ചിമ്മും. ദൈവത്തെയും പ്രപഞ്ചത്തെയും മറക്കാതെ ദൈവിക പദ്ധതിയിലേക്ക് മനുഷ്യൻ മടങ്ങണമെന്ന സന്ദേശമാണ് കവിത രചിക്കാൻ നിമിത്തമായതെന്ന് മാർ ജോസ് പുളിക്കൽ പറയുന്നു. കോവിഡ് ദിനങ്ങളിലെ ബിഷപ്പുമാരുടെ ഗാനങ്ങളും കവിതകളും ഏറെ പ്രത്യാശയും ആശ്വാസവും നൽകുന്ന ഒന്നാണ്. നമ്മൾ സുഖമായിടും, നമ്മൾ ഈ ഭൂവിലെന്നും വസിക്കും. നമ്മൾ ജീവിച്ചിടും, നമ്മൾ സുഖമായിടും, നമ്മൾ ഈ ഭൂവിലെന്നും വസിക്കും. നഴ്സിംഗ് എന്നത് മഹാമാരി പോലുള്ള സമയങ്ങളിൽ സ്വന്തം ജീവൻ നൽകി ചെയ്യുന്ന വീരകൃത്യമാണെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ഏറെ ജനശ്രദ്ധ നേടി. അന്താരാഷ്ട്ര നഴ്സിംഗ് ദിനത്തിൽ സാന്താ മാർത്തയിൽ ദിവ്യബലിക്കിടെ നഴ്സുമാരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാപ്പ. നഴ്സിംഗ് ഒരു തൊഴിലിനേക്കാളേറെ ദൈവവിളിയാണ്. പ്രത്യേകിച്ചും ഇക്കാലത്ത് അത് വീരകൃത്യമാണ്. സുവിശേഷ വായനയിലെ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന ഭാഗം വിവരിച്ചുകൊണ്ട് സാർവദേശീയ സമാധാനം എന്നാൽ യുദ്ധമില്ലാത്തപ്പോഴുള്ള സമാധാനമല്ല, മറിച്ച് അത് ഹൃദയത്തിനുള്ളിൽ നമ്മുടെയെല്ലാം അകതാരിലുള്ള സമാധാനമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. മറ്റുള്ളവരിൽ നിന്നും നാം തനിച്ചാകുമ്പോൾ തനിക്ക് കിട്ടുന്ന സമാധാനം നമ്മെ ഉറക്കത്തിന്റെ ശാന്തിയിലേക്ക് ആകർഷിക്കുമെന്നും, പക്ഷേ അത് അല്പം സ്വാർത്ഥതയാണെന്നും പാപ്പ പറഞ്ഞു. അതേസമയം യേശു തരുന്ന സമാധാനം വ്യത്യസ്തവും നമ്മെ മുമ്പോട്ട് നയിക്കുന്നതും ഒറ്റപ്പെടുത്താത്തതുമാണ്. അത് മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാനും കൂട്ടായ്മയും സമൂഹവും ഉണ്ടാക്കിയെടുക്കാനും ഇടവരുത്തുന്നു. 2 മാസമായി ദിവ്യബലി നിർത്തിവച്ചിരുന്ന ഇറ്റലിയിലെ പേപ്പൽ ബസിലിക്കയും ദേവാലയങ്ങളും കർശന നിയന്ത്രണങ്ങളോടെ തിങ്കളാഴ്ച തുറക്കും. 1 മീറ്റർ അകലം പാലിച്ചും മാസ്കുകൾ ധരിച്ചും വിശ്വാസികൾക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കാം. സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണമെന്ന ആരോഗ്യ ശുചിത്വ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ബസലിക്കയിൽ ശുചീകരണ പ്രവർത്തനങ്ങളും അണുനശീകരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. അണുനശീകരണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ദേവാലയത്തിലെ അമൂല്യമായ ചിത്രീകരണങ്ങളെയും മറ്റും ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ അതീവ സൂക്ഷ്മതയോടെയാണ് ശുചീകരണം നടത്തിയത്. സ്വിസ് ഗാർഡുമാരുടെയും മാൾട്ട ഓർഡറിലെ വളണ്ടിയേഴ്സുമാണ് വിശ്വാസികളുടെ ദേവാലയ പ്രവേശനത്തിന് ക്രമീകരണം നടത്തിയത്. ശരീര ഊഷ്മാവ് അളക്കുന്ന തെർമൽ സ്കാനർ വഴി പരിശോധന നടത്തിയ ശേഷമായിരിക്കും പ്രവേശനം നൽകുക. മെയ് 7-ന് കോവിഡ് ഭീതിയിൽ അടച്ചിട്ടിരുന്ന ആരാധനാലയങ്ങൾ തുറക്കാൻ ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസ് പ്രതിനിധികളും ഇറ്റാലിയൻ സർക്കാർ അധികൃതരും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായിരുന്നു. 1 മീറ്റർ അകലം പാലിക്കുക എന്നതിനു പുറമെ ആഘോഷങ്ങൾ കഴിഞ്ഞാൽ ദേവാലയം ശുചീകരിക്കുകയും അണുവിമുക്തമാക്കുകയും ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് പ്രത്യേകം പറയുന്നു. ഞായറാഴ്ചയും മറ്റു കടപ്പെട്ട തിരുനാൾ ദിവസങ്ങളിലും ദേവാലയത്തിൽ എത്തുന്നവരുടെ താപപരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും പ്രവേശനം നടത്തുക. ലോക്ക്ഡൌൺ ദിനങ്ങളെക്കുറിച്ച് CMC സന്യാസിനി സമൂഹം പുറത്തിറക്കിയ മനോഹര ഗാനം ശ്രദ്ധേയമാകുന്നു. ആലുവ മൗണ്ട് കാർമൽ ജനറലേറ്റിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ ഗാനം സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. CMC സന്യാസിനി സമൂഹത്തിന് സുപ്പീരിയർ ജനറൽ സിസ്റ്റർ സിബിയും ജനറൽ കൗൺസിലേഴ്സുമാണ് ഗാനത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചത്. സിസ്റ്റർ ഷാരോൺ, സിസ്റ്റർ ആനി ഡേവിസ്, സിസ്റ്റർ നോയൽ, സിസ്റ്റർ ആൻസി മരിയ എന്നിവരും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിരവധി പേരാണ് ഈ ഗാനം ലൈക്കും ഷെയറും ചെയ്തിരിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്.
ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം. Look down everywhere. Gospel close down. Empty roads, clean skies, silent cities. Oh Lord, we seek your blessings. It's time for retrospection. It's time for realization. It's time for hearts raising above. It's time for God's miracles. It's time for God's miracles. To feel safe always. To touch no one. To clean everywhere. Shut down for many days. To wait patiently for the Lord's ways. Read solid books. Make use of the time. Reflect possible.